ഊത് എന്ന് പറയുന്ന സാധനം തന്നെയാണ് അഖില്. വൈദ്യന്മാരെ കടയിൽ നിന്നൊക്കെ കിട്ടും. അഖിലെന്ന് പറഞ്ഞാലും കിട്ടും, ഊത് എന്ന് പറഞ്ഞാലും കിട്ടും. അത് മരക്കഷ്ണം പോലത്തെ ചെറിയ ചെറിയ പൊട്ടും പൊടിയും സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒരു അല്പം ഉണ്ടെങ്കിൽ അത് പുകയിച്ചിട്ടാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. മനസ്സിലായോ? പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പുകയിക്കുന്നതും കത്തിക്കുന്നതും ഒഴിഞ്ഞു കളയുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അതിനെക്കുറിച്ച് ക്രിയകൾ അറിയാത്തവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്കതിന് അതുകൊണ്ടുള്ള ഫലങ്ങളും കിട്ടൂല. അത് നമുക്ക് ചിലപ്പം തിരിച്ചടിയായി മാറുകയും ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, പല ആളുകളും പറയുന്ന കാര്യമാണ് അസ്മാഉൽ ഹുസ്ന. എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അസ്മാഉൽ ഹുസ്ന ചെല്ലാൻ തുടങ്ങിയപ്പം ഒരുപാട് മാറ്റങ്ങൾ കിട്ടി, ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് സുഖമുണ്ട്, സന്തോഷമുണ്ട്. എന്നാൽ ചില ആളുകൾ പറയും അതൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായോ? അത് കാര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യാത്തത് കൊണ്ടും അതിനൊരു നിലവാരം കൊടുക്കാത്തതിന്റെ പേരിലും നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മൾ നന്നാക്കിയെടുക്കണം. നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കണം. നമ്മുടെ വീട്ടിൽ കലഹവും പ്രശ്നങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഇടയിൽ കുറച്ച് നേരം ആർക്കോ വേണ്ടി കുറച്ച് പ്രാർത്ഥിച്ചാൽ അതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. മനസ്സിലായോ?